everyone, welcome to my YouTube channel. ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ചാനലിന് ഒരു മാറ്റമുണ്ട് അല്ലേ. നമ്മുടെ ലോഗോ മാറി, അതുപോലെ നമ്മുടെ ചാനലിന്റെ പേരും മാറിയിട്ടുണ്ട്. അതെ, നമ്മുടെ ചാനലിന്റെ പുതിയ നെയിമാണ് വൈഷ്ണവ്സ് കരിയർ ഹബ്. ഈ പേര് പോലെ തന്നെ കുറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വീഡിയോസിൽ പ്രതീക്ഷിക്കാം. കരിയർ ഓറിയന്റഡ് ആയിട്ട് തന്നെ, അതായത് സ്കിൽ ഓറിയന്റഡ്, കരിയർ ഓറിയന്റഡ് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ ഈ പുതിയ മാറ്റത്തിൽ ഉള്ള പുതിയ വീഡിയോ നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ പഠിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് എബ്രോഡ് പോകാൻ പറ്റുക, എന്തൊക്കെ സാധ്യതകളാണ് എബ്രോഡ് ഉള്ളത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി വെൽക്കം. ഒരു കോഴ്സ് പഠിച്ച് എബ്രോഡ് പോകാനും അവിടുത്തെ ലൈഫൊക്കെ എൻജോയ് ചെയ്യാനും ജോലി ആസ്വദിച്ച് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കാത്ത വളരെ ചുരുക്കം പേരെ നമ്മൾക്കിടയിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് യോജിച്ച ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്. പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു കണ്ടെത്തൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെ നല്ലൊരു ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാനും അതിനനുസരിച്ചുള്ള സാലറി നേടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് എബ്രോഡ് എന്നതായിരിക്കും. വളരെ ബ്രോഡ് സ്കോപ്പാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എബ്രോഡ് ഉള്ളത്. ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല ജോലി സാധ്യത വരുന്നത്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും ക്ലിനിക്സിലും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിളുമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. ഒരേ സമയം അവർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ വരാം, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ്, പിന്നെ പേഷ്യൻ്റ് കെയർ, അത് മാത്രമല്ല മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, ക്വാളിറ്റി അഷ്വറൻസ്, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോസ്പിറ്റലിലുള്ള മാനേജേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ മാനേജർക്കുണ്ട്. അതുപോലെ HR മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ്സിനുള്ള റിക്രൂട്ട്മെൻറ്റ്, അവരെ റിക്രൂട്ട് ചെയ്യുന്നതും അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ സ്റ്റാഫ് മെമ്പേഴ്സിനെ മാനേജ് ചെയ്യുക, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഫിനാൻസ് മാനേജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ടിങ്, ബില്ലിംഗ്, ബഡ്ജറ്റ് പ്ലാനിങ്, ഇതൊക്കെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് പ്ലാനിങ് പറഞ്ഞു, പിന്നെ ഫിനാൻസ് മാനേജ്മെൻറ്റ് പറഞ്ഞു, HR മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇനിയുള്ള ക്വാളിറ്റി അഷ്വറൻസ്, നല്ല ക്വാളിറ്റി അഷ്വർ ചെയ്യണം. അത് കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ മാനേജറുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ മാനേജറുടെ ഡ്യൂട്ടിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, ഹോസ്പിറ്റലിൻ്റെ സർവീസസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. അത് മാർക്കറ്റിങ്ങിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുക, അതുപോലെ പബ്ലിക് റിലേഷൻസ്, നന്നായിട്ട് പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഹോസ്പിറ്റൽ മാനേജേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് പേഷ്യൻസിനെ കുറിച്ചുള്ള ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്. അത് പ്രിപ്പയർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നാൽ മതിയാവില്ലല്ലോ. ആവശ്യങ്ങൾക്കനുസരിച്ചും പുതുതായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യസമയത്ത് എക്സ്പാൻഷനോ റിനോവേഷനോ എന്താണോ ആവശ്യം അത് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് ഹോസ്പിറ്റൽ മാനേജറിൻ്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. ഇനി നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഒരു ഹോസ്പിറ്റൽ മാനേജർ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ വരുന്ന ഏറ്റവും ടോപ്പ് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ?
അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ ഒരു പൊസിഷനാണ് ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയാം. വളരെയധികം നോളജും ക്വാളിഫിക്കേഷനും ആവശ്യമാണ്. എന്തിനെ കുറിച്ചിട്ട്? പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റിനെ കുറിച്ച്, അതായത് മോഡേൺ പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫെസിലിറ്റിയെ കുറിച്ചിട്ട് കൃത്യമായ നോളജും അതുപോലെ നല്ല ക്വാളിഫിക്കേഷനും ഉള്ള ഒരാൾക്കാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മാറാൻ പറ്റുന്നത്. സ്റ്റുഡൻസ് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് ഫീൽഡ് പഠിച്ചാലാണ് ഏറ്റവും നല്ല സാലറി കിട്ടുന്നതെന്ന്. ഏത് ഫീൽഡിലും നമ്മൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ള ചില പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൽ സർജിക്കൽ സ്കെഡ്യൂളിംഗ് മാനേജർ, ബില്ലിംഗ് മാനേജർ, ക്ലിനിക് മാനേജർ, ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അതിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പെർ ആനം 29 lakhs ആണ് കിട്ടുന്നത്. അതുപോലെ കാനഡയിലാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഹെൽത്ത് കെയർ ഫീൽഡിലുണ്ട്. 15% ഗ്രോത്ത് ആണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ 2024 എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ശരാശരി സാലറി കാനഡയിൽ നോക്കുകയാണെങ്കിൽ കനേഡിയൻ ഡോളർ $51,000 ആണ് വരുന്നത്. UK-യിലാണെങ്കിൽ എക്സ്പേർട്സ്, അതായത് മാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ആയിട്ട് കൺസൾട്ടിങ് ഫേംസ്, ഹോസ്പിറ്റൽ, ഇൻഷുറൻസ് കമ്പനീസ്, അങ്ങനെ ഒരുപാട് ജോലി സാധ്യത ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ട്. അതുപോലെ UK-യിലാണെങ്കിലും US-ലാണെങ്കിലും അതുപോലെ ഓസ്ട്രേലിയയിലാണെങ്കിലും എല്ലാ ഫീൽഡ് നോക്കിയാലും നല്ല രീതിയിലുള്ള സാലറി, അതായത് മണിക്കൂർ കണക്കിനാണ് ആൾക്കാർക്ക് പേയ്മെൻറ്റ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് എബ്രോഡ് ഉള്ളത് എന്നുള്ളത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്രധാനമായിട്ടും സ്ട്രോങ് ആയിട്ടും ഉള്ള ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. ആ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഡൈനാമിക് ഇൻഡസ്ട്രിയാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വെറൈറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫീൽഡിലുള്ളത്. കുറഞ്ഞ കാലയളവിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി നേടാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് യോജിച്ച ഫീൽഡ് നിങ്ങൾക്ക് ഇതിൽ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ഒരുപാട് സ്കോപ്പുകൾ ഉണ്ടെന്ന്. അതായത് ഫിനാൻസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഹെൽത്ത് കെയറിലെ ഫിനാൻസ് ഫീൽഡിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏരിയ ആണെങ്കിൽ, അത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ആണെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ് അതിലേക്ക് പോകാം. അതുപോലെ മാർക്കറ്റിംഗ് ഫീൽഡ്, പബ്ലിക് റിലേഷൻ, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ചിട്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.